നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. വിഷമിക്കണ്ട. സ്ത്രീ ജാതകത്തിൽ ഉറപ്പായിട്ടും വിവാഹയോഗമുണ്ട്. അതിന്റെ ബലത്തിൽ കല്യാണം നടക്കുമെന്നും കരുതാം. അല്ല തിരുമേനി, പ്രായച്ചിത്തോ പരിഹാരമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇതിനിപ്പോ? ഭഗവാനെ തൃപ്തിപ്പെടുത്തണം, അത് മാത്രമാണ് പോംവഴി. അതുകൊണ്ട് മോളോട് വിവാഹ ദിവസം വരെ പറ്റാവുന്ന ദിവസങ്ങളിലൊക്കെ കൃഷ്ണക്ഷേത്രത്തിൽ പോയി അർച്ചന നടത്താൻ പറയാ. എല്ലാം ഭംഗിയായിട്ട് തന്നെ നടക്കും. ശരി തിരുമേനി. വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. മോളുടെ ജാതകത്തില് വിവാഹ സമയം തന്നെയാണ്. വിവാഹം നടക്കുക തന്നെ ചെയ്യും. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുക, ബാക്കിയെല്ലാം ഭഗവാൻ നോക്കിക്കോളും. ഈശ്വരാധീനം കൂടി ഒന്ന് നോക്കട്ടെ. ഇന്ദ്ര, അനു, ഇരിക്കെ. എഗ്രിമെന്റ് പേപ്പറിൽ അനുവിന്റെ ഒപ്പ് വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ? അനു വന്നതാ. ആ, മനസ്സിലായി. അമ്മാൻ എന്നെ വിളിച്ചിരുന്നു, നിങ്ങൾ വരുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ പേപ്പേഴ്സൊക്കെ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചു. അത് നന്നായി. ഞാൻ രഘുവേട്ടനെ വിളിക്കണമെന്ന് കരുതിയായിരുന്നു, പക്ഷേ തിരക്കിൽ പറ്റിയില്ല. അത് സാറില്ലനു, അമ്മാവൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഇതിൽ സൈൻ ചെയ്യൂ. ഇത്രേ ഉള്ളൂ. അല്ല, അനുടനെ തിരിച്ചു പോവോ? ആ, പോണ രഘുവേട്ട. മോനെ കൊണ്ടുവന്നില്ലല്ലോ. സോനയാണല്ലോ. അത് രാവിലെ നിന്നെ കാണുമെന്ന് സോന പറഞ്ഞിരുന്നു. ഹലോ സോനെ. ഏട്ടത്തി, എന്തൊക്കെയുണ്ട് ഏട്ടത്തി വിശേഷം? സുഖമാണ് മോളെ, നിനക്കോ? കുഴപ്പമൊന്നുമില്ല. ശ്യാമും മോളൊക്കെ സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അതെ ഏട്ടത്തി. ഇപ്പോ ഏട്ടത്തി ഇന്ദ്രേട്ടനൊപ്പമാണോ? ആ അതെ, രഘുവേട്ടന്റെ ഓഫീസിൽ നിൽക്കുക. ആ എഗ്രിമെന്റ് സൈൻ ചെയ്യാനുണ്ടല്ലോ. ആ, അറിയാം. ഏട്ടത്തി വീട്ടിലേക്ക് വരില്ലേ? ഇല്ല മോളെ, അത് ശരിയാവില്ല. അതെന്താ ശരിയാവാത്തെ? ഏട്ടത്തിക്ക് എന്റെ മോളെ കാണണ്ടേ? എനിക്കും ഏട്ടത്തി ഒന്ന് കാണണമെന്നുണ്ട്. നിങ്ങളെയൊക്കെ കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ. പിന്നെന്താ ഒരു പക്ഷേ? വാ ഏട്ടത്തി, എല്ലാവരെയും കണ്ടിട്ട് വേഗം പോവാലോ. അതല്ല സോനെ, ഞാൻ വന്നാ വീണ്ടും അതൊരു പ്രശ്നമാവും. എന്തിനാ വെറുതെ? അമ്മയുടെ കാര്യം ഓർത്തിട്ടാണോ? അത് ഓർത്ത് എടുത്ത് ടെൻഷൻ ആവണ്ട. അമ്മ ഇവിടെ ഇല്ല. ശരി, ഞാൻ വരാം. താങ്ക് യു ഏട്ടത്തി, വേഗം വാ. ഞാൻ വീട്ടിലേക്ക് ചെല്ലണമെന്നാ സോന പറയുന്നേ. ആനന്ദ, പോയിട്ട് വാനു. അതല്ല രഘുവേട്ടാ, ഞാൻ അങ്ങോട്ട് പോയാലേ വൈകിട്ട് ഇങ്ങനെ തിരിച്ചു വരുന്നേ. രഘുവേട്ടനെ തിരിച്ചു കൊണ്ടാക്കൂ. അതിനെന്താ?
രഘുവിനെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നേ? ഞാൻ കൊണ്ടാക്കാം. അനു സോനയെ കാണുന്ന സമയത്ത് എനിക്ക് കടയിലും പോവാം. അപ്പൊ പിന്നെ അതല്ലേ നല്ലത്. ആ, ഞാൻ കാരണം ബുദ്ധിമുട്ടാവില്ലേ? ഇതൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. നീ വീട്ടിലേക്ക് വരണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. ഏതായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് വീട്ടിൽ പോയിട്ട് പോകുന്ന നല്ലത്. സോനാത്ര കാര്യമായിട്ട് വിളിച്ചതല്ലേ. ശരി, എങ്കിൽ ഞാൻ പോയിട്ട് വരാൻ രഘുവേട്ടാ. ശരി ഇന്ദ്ര, ഇടയ്ക്ക് വിളിക്കണം. ആ ശരി, കാണാം. പോ. ആന്റി ഇപ്പോ വീട്ടിലേക്ക് പോകുന്നില്ലെന്ന് ഉറപ്പിച്ചോ? ഇല്ല, ഞാനെന്തിനാ പോകുന്നത്? ഓ, അല്ലെങ്കിൽ തന്നെ അനുപമയെ കാണും തന്നെ എനിക്കിഷ്ടമല്ല. അതൊക്കെ ശരിയാ, പക്ഷേ അനു വരുമ്പോ ആന്റി അവിടെ ഉണ്ടാവണം. അതാ എന്റെ അഭിപ്രായം. എന്തിന്? വിളക്കെടുത്ത് സ്വീകരിക്കാൻ അവൾ ആദ്യമായി കയറി വരുന്നൊന്നും അല്ലല്ലോ. ഷോ, എന്റെ പൊന്നാന്റി, ഇങ്ങനൊന്നും ചിന്തിക്കാതെ. ആന്റി ഇല്ലാത്ത സമയത്ത് അവളവിടെ വരുന്നതെങ്കിൽ അവക്ക് അവിടെ എല്ലാത്തിനും സ്വാതന്ത്ര്യം കിട്ടും. അവളത് ശരിക്കും മുതലെടുക്കുകയും ചെയ്യും. അത് മാത്രമല്ല, സോനി ഇപ്പൊ അവക്ക് സപ്പോർട്ടാണല്ലോ. അപ്പൊ പിന്നെ അവർക്കൊന്നാവാനുള്ള എല്ലാ സഹായവും ആന്റിയുടെ മോള് സോന ചെയ്തു കൊടുക്കുകയും ചെയ്യും. എന്ത് സപ്പോർട്ട്? ഇനിയിപ്പൊ ആരെന്ത് സപ്പോർട്ട് ചെയ്താലും എന്റെ ഇന്ദ്രന് അവക്കൊപ്പം നിൽക്കില്ല. ഇന്ദ്രന് അനുവിനോട് ഇപ്പൊ ഒരു താല്പര്യവും ഇല്ല. ഓ, ഇതിപ്പോ ഇങ്ങനെ ഒരു ഗതികേട് വന്നോണ്ട് മാത്രമാ അവളെ വിളിച്ചോണ്ട് വരുന്നത്. ശരി, അതെല്ലാം ശരിയാ. പക്ഷേ ആണിന്റെ മനസ്സാ, അതേത് സമയത്ത് വേണേലും മാറാം. ഹർഷ, ഇത് ആരെ കുറിച്ച് ഈ പറയുന്നത്? എന്റെ ഇന്ദ്രന് അത്രക്കാരനൊന്നും അല്ല. അവനെ വ്യക്തമായൊരു വ്യക്തിത്വം ഉള്ളവനാ. എന്ന് കരുതി നമ്മളായിട്ട് അവസരം ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് ആന്റി പറയുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തില് അനുവിനെ ഒപ്പം നിർത്തണമെന്ന് ഇന്ദ്രന് തോന്നിയ തീർന്നില്ലേ? നിങ്ങളിത് എന്തിനാ എതിർക്കുന്നേ? അനു ഇന്ദ്രനും ഒന്നിക്കട്ടെ. രവിയേട്ടൻ എന്തറിഞ്ഞിട്ടേ ഈ പറയുന്നേ? ഞാൻ പറയുന്നതിൽ തെറ്റെന്താ ഹർഷേ? എന്റെ കാഴ്ചപ്പാടിൽ അനു ഇന്ദ്രന്റെ കൂടെ തന്നെ ഉള്ളതാ നല്ലത്. ഇന്ദ്രൻ അവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടും ഒരാവശ്യം വന്നപ്പോ എല്ലാം മറന്ന് അനു സഹായിക്കാൻ തയ്യാറായില്ലേ? ഓ, പിന്നെ എന്ത് സഹായം? അതെ, എന്റെ മകൻ അധ്വാനിച്ചുണ്ടാക്കിയതാ. അതിലൊരു രൂപയ്ക്ക് പോലും അവക്ക് അവകാശമില്ല. ആ, പിന്നെ ഈ നിമിഷം വരെ അവള് എന്റെ മോനെ സ്നേഹിച്ചിട്ടേ ഇല്ല. കൂടെ ഒന്ന് ചതിക്കാനും അവള് നോക്കിയിട്ടുള്ളത്. എന്റെ കുടുംബം ഇങ്ങനെ നശിക്കാൻ തന്നെ കാരണം അവൾ ഒറ്റ ഒരാളാ. അവള് വലതുകാലം വെച്ച് കയറുന്നവരെ എന്തൊരു ഐശ്വര്യമുള്ള വീടായിരുന്നു. അവള് വന്നു നാല് വഴിക്കായി. അതെ, അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ആന്റി വീട്ടിലേക്ക് പോണം. ഇന്ദ്രനെ അനുവിനെ ഒന്നിക്കാൻ ഒരു കാരണവശാലും അനുവദിച്ചൂടാ. ഹർഷ പറയുന്നതിലും കാര്യമുണ്ട്. ഞാൻ പോകുന്നത് തന്നെയാ നല്ലത്. അല്ലെങ്കിൽ അവൾ എന്തെങ്കിലും പറഞ്ഞ് എന്റെ കുഞ്ഞിനെ മയക്കിയെടുക്കും. അതെ, ഇനി ഒരിക്കലും അനു ഇന്ദ്രന്റെ ജീവിതത്തിൽ തിരിച്ചെത്താൻ പാടില്ല. ആന്റി അതിനനുവദിച്ചൂടാ.